നമ്മൾ 1 വർഷം ഉണ്ടാക്കിന്ന് ഷാഡ് എടുക്കാൻ വേണ്ടിയാണ് വന്നേക്കണേണ്ട ഹിറ്റായ ഷാഡ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റെക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്ലിക്സ് ബോക്സ്. അപ്പോൾ ടാക്ലിക്സ് ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷാഡ് നമുക്ക് നല്ല രീതിയിൽ മീൻ അടിച്ചായിരുന്നു. അപ്പോൾ നമ്മളത് എടുത്തു കൊടുത്ത് വന്നിട്ട് നമ്മൾ ആ കട പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ട് നമ്മളൊരു കുഞ്ഞ് വീഡിയോ ചെയ്യാനായിട്ട് ഫോമിൻ്റെ. അപ്പോൾ നമ്മൾ ആ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഷാഡിൻ്റെ പേര് ഫിഷ് ആക്കുന്നതാണ്. ആ ഷാഡ് സ്റ്റോക്ക് ഉണ്ട് ഓൾറെഡി മേളിൽ. കുറച്ച് പീസ് നമുക്ക് എടുക്കണം. ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പകലാണ് വന്നേക്കണം. പൊതുവെ നമ്മൾ രാത്രിയാണ് വരാറ്. ഇന്നിപ്പോൾ നമുക്ക് ഫ്രീ ആണ്, ക്രിസ്മസ് ആണ്. നമ്മൾ ചൂണ്ടിലൊക്കെ ഒഴിവാക്കി വെച്ചേക്കണത്. എന്തായാലും കടയിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് കട കേട്ടോ. നമുക്ക് കയറി നോക്കാം. ഓക്കെ. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓൾറെഡി ക്രിസ്മസ് ആയിട്ട് കസ്റ്റമർ ഉണ്ടാവും. അവർ വെയിറ്റ് ചെയ്യാം. അവരുടെ സെയിലിന് തടസ്സപ്പെടുത്തണം. അതൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. കയറാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഷിബിൻ. ഇവനാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ട്ടാ. നമുക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് തന്നത് ഇവനാണ്. എല്ലാ ഹെൽപ്പും അത്യാവശ്യം ചെയ്ത്. അപ്പോൾ ഇവർ മെയിനായിട്ട് സോൾട്ട് വാട്ടർ സ്പെഷ്യലിസ്റ്റുകളാണെങ്കിലും ഇവർ നേരത്തെ മുതലേ ഫ്രോഗ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഫ്രോഗുകളും കൂടി നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് അടി കിട്ടിയേക്കണം. നമ്മുടെ കൂട്ടുകാർ പറഞ്ഞേക്കണ എൻജോയ് വന്നേക്കണം. ഒരു ഫ്രോഗുകൾ നോക്കാം. ഇത് വരെ സോൾട്ട് വാട്ടർ കളക്ഷൻ അല്ല, ഗംഭീര കളക്ഷനാണ്. കട്ടി കിട്ടുന്ന സാധനമാണ്. ഇത് നമുക്ക് കവർ ചെയ്യാനില്ല. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാത്ത കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ബാക്കിയുള്ളത് നോക്കാം. നമുക്ക് അറിയാവുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഷാഡിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ആ ഷാഡ് ആദ്യം എടുത്ത് നിങ്ങളെ കാണിക്കുക. ഇവിടെ അന്ന് ഷാഡെന്ന് വെച്ചാൽ അപ്പോൾ ഇതാണ് ഫിഷ് ആക്കിൻ്റെ 2 ഇഞ്ച് ഷാഡ്. ഇതിലാണ് നമ്മൾ തുടങ്ങിയത്. ഇതിലൊരു 3 കിട്ടിയതിന് ശേഷം നമ്മൾ വലിയ ഷാഡ് എടുത്തതല്ല. അത് ഞാൻ ആദ്യം 2 പീസ് എടുത്ത് അതിൻ്റെ പുറകെ നമ്മൾ പാക്കറ്റ് എടുത്ത്. കാരണം അടി തുടങ്ങിയാൽ പിന്നെ നമ്മൾ സാധനം കുറച്ച് കളക്ട് ചെയ്ത് വെക്കലാണ് പതിവ്. അപ്പോൾ ഇതാണ് 2 ഇഞ്ച് ഷാഡ് കേട്ടോ. ഈ സൈസേ ഉള്ളു. ഇതിന് ഓൾറെഡി ഹുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു മീഡിയം വെയിറ്റ് ഉള്ള, അധികം വെയിറ്റ് ഇല്ലാത്ത ഹുക്കാണുള്ളത്. കാരണം മുകളിൽ കൂടി വലിക്കാതെ ആദ്യം വലിക്കുക. ആ ഹുക്ക് കൂടി യൂസ് ചെയ്യുന്നതാണ്. ഓപ്പോസിറ്റ് ഹുക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഹുക്ക് വരാനായിട്ട് ഇതിൽ കണക്ട് ചെയ്യണം. ഹുക്ക് അത്യാവശ്യം വെയിറ്റ്ലെസ് ആണ്. അധികം വെയിറ്റ് ഇല്ല. നമുക്ക് മുകളിൽ കൂടി വലിയ താഴ്ത്തി വലിക്കാം. പക്ഷെ ഇതിൻ്റെ വലുത് കാണിച്ചു തരാം. 3 ഇഞ്ച് കാണിച്ചു തരാം. ഫിഷാക്കിന്റെ സമ്മർ മിനോ എന്നിട്ട് ഞാൻ ഇതിന്റെ പേരിട്ടാ. ഫിഷാക്കിന്റെ സമ്മർ മിനോ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും റിസൾട്ട് അറിയാൻ പറ്റും. ഇതിന് നമ്പർ ഞാൻ ഇതിന്റെ എൻ്റെ ഫസ്റ്റ് നമുക്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പം ഇപ്പം തന്നെ 4 കളറായി. ഒന്ന് പെൾ വൈറ്റ്, ഒന്ന് ഗ്രീനും റോസും കൂടി കൂടിയത് പിങ്ക് കളർ, പിന്നെ റെഡ് ടൈല്, പിന്നെ ബ്ലാക്കിൽ റെഡ് ടൈലുള്ളത്. ഒരു കളർ കൂടി ഉണ്ട് തോന്നുന്നു. ഇത് ഓറഞ്ച് ഉണ്ട്. ഈ ഒരു മിക്സഡ് കളർ ഉണ്ട് കേട്ടോ. രണ്ടും നല്ല അടിപൊളി. ഏതിട്ടാലും ഇടിക്കും. അതിൻ്റെ ടൈൽ ആക്ഷൻ്റെ മീൻ അടിക്കണം. അതിന് കളറൊന്നും വലിയ കാര്യമില്ല. അതിൻ്റെ ടൈൽ ആക്ഷനിൽ തന്നെ നല്ലൊരു സൗണ്ട് ഉണ്ട്. അതാണ് ഷാൻഡിയുടെ പ്രത്യേകത. പിന്നെ വെയിറ്റ്ലെസ് ഹുക്ക് നമുക്ക് നിലവിൽ ഇപ്പോൾ ഇവിടെ തീർന്നിരിക്കുകയാണല്ലേ. നിലവിൽ ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. വെയിറ്റ്ലെസ് ഹുക്ക് വരും കുറച്ച് കഴിയുമ്പോൾ. നിങ്ങൾക്കിപ്പോൾ ഷാഡ് തീർന്നു പോകണതുകൊണ്ട് അത്യാവശ്യം വേണ്ടവർ പെട്ടെന്ന് തീർന്നു പോകണം. അപ്പോൾ 4 ഇഞ്ച് നമുക്ക് വാഹക്കും പഠിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. ഇത് വലിയ ഷാഡിൻ്റെ അത്യാവശ്യം. ഇത് 4x0 ആണോ 5x0 ആണോ ഹുക്ക് വേണ്ടത്? 5x0 ഹുക്ക് ആഡ് ചെയ്താൽ കറക്റ്റ് ഇവിടം വരെ കിട്ടും.
അടിയൊന്നും മിസ്സാവില്ല. 4x0 കേട്ടോ. അപ്പോൾ അതിൻ്റെ നിലവിൽ ഇപ്പോൾ ഒറ്റ കളർ സ്റ്റോക്ക് ഓൾറെഡി ഇതിൻ്റെ വെയിറ്റ് വന്നത് 7 ഗ്രാം അല്ലേ. ഓൾറെഡി ഇൻബിൽറ്റായിട്ട് ഇതിന് വെയിറ്റ് ഉണ്ട് കേട്ടോ. ചെറിയ വെയിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹുക്കിൽ ആഡ് ചെയ്യാം. ഇതിന് ഓൾറെഡി 5 ഗ്രാമാണ്. 5 ഗ്രാം അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട്. നല്ല കാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഞാൻ ഇറങ്ങി നോക്കിയാൽ. പിന്നെ ചെറിയ സൈസിന് 2 ഇഞ്ച്. 2 ഇഞ്ചിന് ഓൾറെഡി 2 to 3 ഗ്രാം വരെ വെയിറ്റ് ഉണ്ട്. ഇതും അത്യാവശ്യം ലൈറ്റ് ലൈനാണെങ്കിൽ നല്ല കാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. താത്തി വെച്ചൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ വെയിറ്റുള്ള ബസ്സിൻ്റെ ഹുക്കാണ് ഇട്ടേക്കണം. ഞാൻ ഇട്ടേക്കണം. ഇതുണ്ട് ഓൾറെഡി ഇപ്പോൾ തീർന്നിരിക്കുന്നു. എടുത്ത് തീർത്താണുള്ളത്. അപ്പോൾ ഇനി നമുക്കൊരു ഫ്രോഗ് സെക്ഷൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. നല്ല എനിക്ക് എൻക്വയറി വന്നേക്കണം. നമ്മുടെ കൂട്ടുകാർ ഉപയോഗിച്ചേക്കണം. കുറച്ച് ഫ്രോഗുകളുണ്ട് കാണിച്ചു കേട്ടോ. ഇവർ തായ്ലാൻഡിൻ്റെ ഹിരോഷിമ എന്ന് പറഞ്ഞ റേറ്റും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പിന്നറുള്ള ഒരു ഫ്രോഗാണ്. നല്ല അത്യാവശ്യം കുഴിയുള്ളൊരു സ്പിന്നറാണ്. എടുത്ത ദിവസം തന്നെ 3 കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂട്ടുകാർ സ്റ്റാറ്റസ് കണ്ട് വിളിച്ച് അവരെടുത്തായിരുന്നു. തീരാറായിട്ട് കുറച്ച് 2 വയസ്സ് കുട്ടികൾ. ഇത് എത്ര ഗ്രാമാണ് ഓൾറെഡി? ഇത് ഓൾറെഡി 7 ഗ്രാം വെയിറ്റ് ഉണ്ട്. അതിൽ ചേർവിന് അടിച്ച ഫോട്ടോ ഒക്കെ എനിക്ക് കൂട്ടുകാർ കിട്ടുന്നുണ്ടായിരുന്നു. നല്ല റിസൾട്ടാണ്. അത്യാവശ്യം ഇത്ര വലിയ മീൻ. ഇത് നോർമലി 5 ഗ്രാം 4 ഗ്രാം 6. ഇത് ഓൾറെഡി 6 ഗ്രാം വെയിറ്റ് ഉണ്ട്. ചെറിയ നാടൻ ബ്രാലി മുതൽ അത്യാവശ്യം വലിപ്പമുള്ള നാടൻ ബ്രാലി, 1/2 കിലോ ഉള്ള നാടൻ ബ്രാലി വരെ കടിക്കും. ഹിരോഷിമയുടെ ഫ്രോ തന്നെയുണ്ട്. തായ്ലാൻഡ് മീൻ കണ്ടത്. തായ്ലാൻഡിൽ നല്ല ഫ്രോണ്. ഇവർ നേരത്തെ നമുക്ക് എൻക്വയറി അനുസരിച്ച് കുറച്ച് തായ്ലാൻഡ് ഫ്രോഡ് എടുത്ത് തന്നിട്ടുണ്ട്. നല്ല അടിയുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കട നല്ലൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള കടയാണ്. റിസൾട്ട് കിട്ടിയേക്കുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ഈ കട കവർ ചെയ്യുന്നുണ്ട്. ഹിരോഷിമയുടെ ഫ്രോ. ഇത് ബ്ലൂ ഫാക്ടഡ് ആയ ഒരു ഫ്രോഗ് ഉണ്ട്. നല്ല സ്പിന്നറൊക്കെ ഒരു വെറൈറ്റി സ്പിന്നർ, മടക്കുള്ള മുകളിൽ സ്പിന്നർ. ഇത് 7 ഗ്രാം അല്ലേ. കളേഴ്സാണ് ജസ്റ്റ് കാണിച്ചത്. അതിൻ്റെ കളേഴ്സാണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പിന്നർ വന്നേക്കണത് ചെറിയ മടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. BPOൻ്റെയൊക്കെ ഒരു ചെറിയൊരു സാദൃശ്യമുള്ള മോഡലാണ് കേട്ടോ ഈ സ്പിന്നർ. അതായത് സൗണ്ട് നന്നായിട്ട് കിട്ടും. പിന്നെ ഓൾറെഡി വെള്ളം നന്നായിട്ട് തെറിക്കും. മീൻ വരുമ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റി കറക്റ്റായിട്ട് ഫോണിൻ്റെ ആക്ടിവിറ്റി മനസ്സിലാവും. പിന്നെ ഓൾറെഡി അത്യാവശ്യം ഹുക്ക് പ്രഷ്യം ഉണ്ട് കേട്ടോ. ഹാൻഡ് മെയ്ഡുകൾക്ക് എപ്പോഴും ഉള്ളിൽ വെയിറ്റ് വരണമുണ്ട്. അധികം ഭയങ്കരമായിട്ടുള്ള ഹുക്ക് പ്രഷ് ചെറിയ ഫ്രോഗ് കിട്ടില്ല. പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല ഹുക്ക് പ്രഷ്യം ഉണ്ട് കേട്ടോ. ഇത്രയുണ്ട്. ഓക്കെ. പിന്നെ ലൂർ ഫാക്ടറിയുടെ നമ്മുടെ ചുറിയ തവളയുടെ പോലെ ഇരിക്കുന്ന തവള, അത് 2 കളറുണ്ട് കേട്ടോ. ഇത് 6 ഗ്രാം അല്ലേ. 6 ഗ്രാം കാസ്റ്റിംഗ് വെയിറ്റ് ഉണ്ട്. ഡ്യൂവൽ സ്പിന്നർ തന്നെയാണ്. ഒരു വലിയ ഒരു ചെറിയതായിട്ടുള്ള സ്പിന്നറാണ്. അല്ലേ ഫ്ലോട്ടിംഗ് ആണ്. മറ്റേ ഫ്ലോട്ടിംഗ് ആണോ? ഓൾമോസ്റ്റ് എല്ലാ ഫ്രോഗുകളും ഇറക്കുന്ന ഫ്ലോട്ടിംഗ് ആണ് ലൂർ ഫാക്ടറി. ലൂർ ഫാക്ടറി ഒരു പണ്ട് പോലെ കുറേ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് കുറേ അടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ കുറേ തായ്ലാൻഡ് ഫ്രോഗുകൾ വന്നേക്കൊണ്ട് നമ്മൾ ഫ്രോഗ് എടുക്കാത്തത്. പിന്നെ ഇവരുടെ ലൂർ ഫാക്ടറി തന്നെ വേറൊരു മോഡലാണ് ലീഫ് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ട്. ഫ്രോഗ് ഇത്തിരി നീളത്തിലുള്ള ഫ്രോഗാണ്. നീളത്തിൽ എന്ന് വെച്ചാൽ 1.5 ഇഞ്ചൊക്കെ ഉള്ളൂ കേട്ടോ. വെയിറ്റ് 7 ഗ്രാം തന്നെ അല്ലേ. 6 ഗ്രാം വെയിറ്റ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു മോഡലാണ്. ലെങ്തി ആയിട്ടുള്ള ഫ്രോഗിന് 1.5 ഇഞ്ച് 2 ഇഞ്ച് ഉണ്ട്. മെഗാബാരയുടെ ലിസിൽ ഫ്രോഗ് എന്ന് പറയുന്ന ഫ്രോഗ് കേട്ടോ. പൊടിക്ക് മെറ്റീരിയൽ ഇത്തിരി ഹാർഡാണ്. പക്ഷെ പക്ക ഫ്ലോട്ടിങ് ആയിരിക്കും. കണ്ടാലേ അറിയാം ഏകദേശം. ഇതാണ് വന്നത് 8 ഗ്രാം അല്ലേ. എത്ര 8 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. അത് തന്നെ സിൽവർ സ്പിന്നറായിട്ടാണ് വരുന്നത്. ബാക്കിലേക്ക് ഇങ്ങനെ നീണ്ടിട്ടുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് തെറിച്ച് വരും. പൊടിക്ക് ഹാർഡാണ്. എന്നാലും ഉടക്ക പുഴുവായി കിട്ടും. പിന്നെ നല്ല രീതിയിൽ അത്യാവശ്യം മീൻ കിട്ടാൻ ചാൻസ്. ലെങ്തി ആയിട്ടുള്ള ഫ്രോഗ് ആയതുകൊണ്ട് സ്ട്രൈക്ക് റേറ്റ് കിട്ടും. പിന്നെ ഇതെനിക്കങ്ങനെ ഉപയോഗിച്ചാലും കേട്ട് വരിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ യൂസ് ചെയ്ത് ഫലം നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളൂ കേട്ടോ. പറഞ്ഞോട്ടെ. അപ്പോൾ അതായത് നമ്മൾ ഓപ്പോസിൻ്റെ ഷാർട്ട് 2 കൊടുക്കുന്നത്. 2 കളർ 4 കളറുണ്ട്. ഞാനിപ്പോൾ 2 കളർ എടുക്കുന്നത്. കാരണം എന്ത് സാധനം ഞാൻ യൂസ് ചെയ്തിട്ട് എടുക്കാറുണ്ട്. അടി കിട്ടും, കണ്ടാലറിയാം. എന്നാലും നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഒന്ന് മാറിക്കൊണ്ട് പോകുന്നതായിരിക്കും. ഇത് ഈ 2 എണ്ണം. പിന്നെ നമ്മുടെ റെഡ് ഹെഡ്, പിന്നെ പേൾ വൈറ്റ് ഓൾറെഡി ഞാൻ എടുത്തായിരുന്നു. റെഡ് ഹെഡിൽ നിന്നുള്ള അടി മാറിയിട്ട് വേണം പേൾ വൈറ്റ് ഇടാനായിട്ട്. അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അത്രയും സാധനങ്ങൾ നമ്മൾ നിലവിൽ ഇപ്പം നമുക്ക് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ റീലൊന്ന് സർവീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല എമർജൻസി സാഹചര്യങ്ങളിൽ നമുക്കൊരു 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിലൊക്കെ
നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ അവർ വന്ന് റീൽ സർവീസ് എടുക്കാറുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ റീൽ എനിക്ക് 27 മണിക്കൂറിൽ കിട്ടണം. കാരണം എൻ്റെ വേറെ റീലെല്ലാം കേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റീലിലൂടെ കൊടുക്കേണ്ട റീൽ ഏതാണ് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് വേറെ പ്രധാനപ്പെട്ട ഉദ്ദേശം കൂടി ഉണ്ട്. നമ്മുടെ റീല് നമുക്ക് അത്യാവശ്യമായിട്ട് സർവീസ് ചെയ്ത് വേണം. ഇപ്പോൾ ഒരു ബാനക്സ് എന്ന് പറഞ്ഞ റീലാണ് അത്യാവശ്യം ഇത്തിരി ഹെവി റീലാണ്. 12 കിലോ ഡ്രാഗ് വെയിറ്റ് കപ്പാസിറ്റി ഉള്ള റീലാണ്. നമുക്ക് ഇത് നമുക്കൊന്ന് അത്യാവശ്യമായിട്ട് വേണം. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു 27 അല്ലെങ്കിൽ 72 അല്ലെങ്കിൽ 48 മണിക്കൂറുകളൊക്കെ നമുക്കിവിടെ എമർജൻസി സർവീസ് നമുക്ക് ചെയ്ത് കിട്ടാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെറിയ പേയ്മെൻറ്റ് എക്സ്ട്രാ കൊടുക്കാറുണ്ട്. അതിന് നമ്മുടെ കെയർ ഓഫിൽ കൂട്ടുകാർ ജീവിക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണ് ഇവിടെ. പിന്നെ നമ്മുടെ കൂട്ടുകാരെ 2 റീല് ഒരു പേഴ്സണലായിട്ട് അയച്ചത് നമ്മൾ ഒരു പ്രാവശ്യം ശരിയാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ മടക്കിയ റീലാണ് ബ്ലാക്ക് മാക്സ് പറഞ്ഞു. പിന്നെ ഒരു പ്രോമാക്സ് ഈ ചത്ത് കിടക്കണതിനൊക്കെ ജീവൻ കിട്ടുകയെന്നൊക്കെ പറയണ പോലെ ചില സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ജീവൻ കിട്ടാറുണ്ട്. പിന്നെ ടൈം നമുക്ക് പെട്ടെന്ന് കാര്യം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് വേറെ പ്രത്യേകത. അപ്പോൾ ആ ഉദ്ദേശം കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ 3 റീലിവിടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ റീല് ടിക്കറ്റ് 2 റീലുണ്ടായിരുന്നു. വലിയ കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് ഓടുന്നതുകൊണ്ട് നമ്മുടെ കാര്യം അത്യാവശ്യം നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇത്തിരി കൂടി വെയിറ്റ്ലെസ് ആയിട്ടുള്ള റീല് വേണം. അപ്പോൾ പിന്നെ ഒരു വെയിറ്റുള്ള റീൽ വേണം, ഡ്രാഗ് ഉള്ളത്. അപ്പോൾ രണ്ടിനും വേണ്ടി നമ്മൾ ഈ വലിയ റീൽ നമ്മൾ കൊടുക്കേണ്ട ഈ കൂട്ടുകാരുടെ റീലിലൂടെ കൊടുക്കുന്നുണ്ട്. എന്ന് സർവീസ് കിട്ടുമെന്ന് അപ്ഡേറ്റ് ചെയ്യാം. എടുത്തത് കാണിച്ചു തരേണ്ടത് DTXൻ്റെ Aero എന്ന് പറയുന്ന മോഡൽ. ഇത് നമ്മുടെ കൂട്ടുകാരൻ ഒരെണ്ണം തപ്പിക്കൊണ്ട് പോയിട്ട് അവന് കാളാഞ്ചി കിട്ടി. അതിൻ്റെ പുറകെ 3-4 സാധനം തീർത്ത് കളഞ്ഞു. ഇതിപ്പോൾ അടിപൊളി റിസൾട്ടുള്ള ഒരു ടൂറാണ്. ഏകദേശം 400 രൂപയാണ് വില വരുന്നത്. അവനൊരു 6-20 കാളാഞ്ചി കിട്ടിയപ്പോൾ തന്നെ ഇത് മുതലായി. അപ്പോൾ അതിനുശേഷം വന്ന് കുറച്ച് എടുത്ത് തീർത്ത്. ഇനിയൊരു 1, 2, 3, 4, 5 കളറുണ്ട് കേട്ടോ. ഈ ഒരു കളറും കൂടി ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കളറ് വെരി സ്പെഷ്യൽ കളറായതുകൊണ്ട് തന്നെ നമ്മളിതിനെ ബുക്ക് ചെയ്യുന്നു. ഇതിനെ നമ്മൾ മാറ്റി വെക്കുന്നു നമുക്ക് വേണ്ടിയിട്ട്. ബാക്കിയുള്ള 4 കളർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കാളാഞ്ചിനെ എയിം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ വാഴമീനൊക്കെ അടുത്തടിക്കുന്ന സമയത്ത് ഈ തൃശ്ശൂരൊക്കെ അടുത്തടിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു 20 മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലൊക്കെ വാഴമീൻ അടിക്കുന്ന സമയമുണ്ട്. ആ സമയത്തൊക്കെ അത്യാവശ്യം നമുക്ക് എയിം ചെയ്യാൻ പറ്റും. വാഴമീനെ കാളാഞ്ചി സ്പെഷ്യലിസ്റ്റാണ്, എന്നാലും വാഴമീൻ അടിക്കും. ഇതിന് വെയിറ്റ് എത്രയാടാ? അപ്പൊ എയ്റോ അത്യാവശ്യം ഒരു 40 മീറ്ററോളം നമുക്ക് കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. ഇത് എൻ്റെ കൂട്ടുകാരനെ അടി കിട്ടിയോണ്ട് മാത്രം നമ്മൾ പറയാനാണ് കേട്ടോ. കാണാൻ വേണ്ടിയാണ്. വേറെ മീനുകൾക്കൊന്നും കൊണ്ടുപോയിട്ട് വലിയ കാര്യങ്ങൾ വാഹനം ചിലപ്പോൾ അടിക്കുമല്ലോ. കാരണം 1 ഫീറ്റ് ഡെപ്തേ പോവുള്ളൂ. കാസ്റ്റിംഗ് വെയിറ്റ് ഏകദേശം 18 ഗ്രാമോളം ഉണ്ട്. ഒരു 10-40 മീറ്റർ ഡിസ്റ്റൻസിൽ കാളാഞ്ചി എപ്പോഴും മറിയണ ടൈമിൽ പാലത്തിൻ്റെ അടിയിൽ ആ സൈഡിലൊക്കെ പൊന്തി മറിയണത് രാവിലെ സമയത്തൊക്കെ കാസ്റ്റ് ചെയ്തതിന് കാളാഞ്ചി കിട്ടും. എൻ്റെ കൂട്ടുകാരന് കിട്ടി. അതുകൊണ്ട് മാത്രമേ നമ്മളതിൽ ഊർ കണ്ടപ്പോൾ എന്ന് പറഞ്ഞിരുന്നില്ല. പിന്നെ സോൾട്ട് വാട്ടറിൻ്റെ അനന്തമായിട്ടുള്ള കളക്ഷൻ ഇഷ്ടംപോലെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഇവിടെ എനിക്ക് ബ്രൈഡും അത്യാവശ്യം നല്ല രീതിയിലുണ്ടാവും. പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല. ബ്രൈഡ് ഇവിടെ നിന്ന് നമ്മളെടുത്തിട്ട് നമുക്ക് റിസൾട്ട് ചെയ്യുന്നത് സിഗാറിൻ്റെ ബ്രൈഡിയാണ്. 2 പ്രാവശ്യം കൊണ്ടുപോയിട്ട് നമുക്ക് നല്ല രീതിയിൽ മീനടിച്ച് അത്യാവശ്യം ഒരു 60-70 മീറ്റർ കാസ്റ്റിംഗ് ഡിസ്റ്റൻസിൽ നമുക്ക് 18 ഗ്രാമിൻ്റെ ഫ്രോഗിൽ നല്ല രീതിയിൽ ദൂരെ നിന്ന് മീനടിച്ചാൽ നല്ല ഫ്രോഗാണ്. സോറി നല്ല ബ്രൈഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസുള്ള ബ്രൈഡാണ്. ഒറിജിനലാണ് സിഗാർ. പിന്നെ വേറെ കിടക്കുന്നത് ഇതിൽ അത്യാവശ്യം മെഗാബാര, മെഗാപി അങ്ങനെയുള്ള കുറേ ബ്രാൻഡുകളുണ്ട് ഇവിടെ. അത് നിങ്ങളുടെ താല്പര്യം പോലെ എടുക്കുക. ഷിമാനിൻ്റെ ബ്രൈഡ് അങ്ങനെ കുറച്ച് ബ്രൈഡുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക. അതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് നമ്മൾ പറയണില്ല. അപ്പോൾ കവർ ചെയ്യുമ്പോൾ ജസ്റ്റ് കവർ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. സിഗാറിൻ്റെ ബ്രൈഡ് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് എനിക്ക് കിട്ടിയായിരുന്നു. എനിക്ക് പെർഫോമൻസ് കിട്ടി, നല്ല രീതിയിൽ മീൻ കിട്ടി. അപ്പോൾ അതുകൊണ്ട് സിഗാർ നമ്മൾ റെക്കമെൻഡ് ചെയ്യണം ബ്രൈഡാണ്. ബാക്കിയുള്ളത് നിങ്ങളുടെ ഡിസ്പ്ലേ എടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ മരണടിയായിരുന്നുകൊണ്ട് തന്നെ നമ്മളത് വേറെ വെറൈറ്റി സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓഫീസിൻ്റെ എടുത്തിട്ടുണ്ട്. ഹുക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഹുക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇവരുടെ ഹുക്ക് വേണ്ടി തീർന്നത്. എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതിയിട്ട് ഞാൻ നമ്പർ കൊടുത്തു. എല്ലാ വെയ്റ്റ്ലെസ് ഹുക്കും ഒരു നൈസ് വെയിറ്റുള്ള ഹുക്കും ഉണ്ടായിരുന്നു. 2 പേര് തീർന്നു. ഇപ്പം എൻ്റെ എനിക്ക് ഹുക്കില്ലാണ്ടായത് കാരണം അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റ് എടുക്കുന്നുണ്ട്. ഈ ഒരു സെറ്റും നമ്മൾ റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നീട് എടുക്കും. ഇത് നമ്മൾ അത്യാവശ്യമായിട്ട് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വന്നതിൻ്റെ പിന്നത്തെ ആഴ്ചയിൽ ഇതിൻ്റെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കട്ടെ. മീൻ അടിച്ചാലും മീനടിക്കും. ഓൾറെഡി അടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര എടുക്കുന്നത്. ഓക്കെ. അടുത്ത വീഡിയോയിൽ എടുക്കാം നമുക്ക്. ബൈ.